ഹലോ, എൻ്റെ പേര് ഡോക്ടർ ഇബ്രാം. ഞാൻ ഒരു പ്ലാസ്റ്റിക് സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ബൈക്ക് ചെയിൻ ഇഞ്ചുറീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ ഒരു ചെറുപ്പക്കാരൻ വിരൽ കട്ടായിട്ട് അല്ലെങ്കിൽ വലിയ ക്രഷായിട്ട് വരുവാണെങ്കിൽ അത് മോർ ഓഫ്റ്റർ ദാൻ നോട്ട് അതൊരു ബൈക്ക് ചെയിൻ ഇഞ്ചുറി ആയിരിക്കും. അപ്പോൾ അത് അത്രയും കോമൺ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കാറ്? അപ്പോൾ എല്ലാവർക്കും ബൈക്സ് ഉണ്ട്. ഈ ബൈക്കിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താ വെച്ചാൽ ഒരു ബൈക്കിന് മെയിൻ സ്റ്റാൻഡിൽ വെച്ച് എന്നിട്ട് അതിൻ്റെ ബൈക്കിൻ്റെ ഗിയറിലിട്ട് ബൈക്ക് ചെറിയ സ്പീഡിൽ റബ്ബ് ചെയ്ത് ആ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തുണി കൊണ്ട് ആ ചെയിൻ ക്ലീൻ ചെയ്യാൻ നോക്കും. ഈ സമയത്ത് എന്താ സംഭവിക്കുക? ആ തുണി ചിലപ്പോൾ ചെയിനിൽ കുടുങ്ങിപ്പോകുന്നതിൻ്റെ കൂടെ ഒരു നിമിഷം കൊണ്ട് ആ തുണി ചെയിനിന് സ്പ്രോക്കറ്റ് ഇടയ്ക്ക് പോവുകയും ചെയ്യും. ആ തുണിയുടെ കൂടെ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ വിരലുകളും പോവുകയും ചെയ്യും. അപ്പോൾ അത് ബൈക്ക് ചെയിൻ ഇഞ്ചുറി അല്ല, ഇത് ബൈക്ക് ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് ഇഞ്ചുറിയാണ്. അപ്പോൾ ചെയിനും സ്പ്രോക്കറ്റിൻ്റെ ഇടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫിംഗർ പോയി കഴിയുമ്പോൾ ആ ഫിംഗർ ചിലപ്പോൾ കട്ടാകും, ചിലപ്പോൾ ക്രഷാകും. അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ തുണി കൊണ്ട് അല്ലെങ്കിൽ മെയിൻ സ്റ്റാൻഡിലിട്ട് ബൈക്ക് ഗിയറിലാക്കി ഈ എൻജിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്ക് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ നോക്കരുത്. ക്ലീൻ ചെയ്യാൻ വേണ്ടി പല യന്ത്രങ്ങളുണ്ട്. ഏതെങ്കിലും നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം ബൈക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ട്, അതുവേണ്ടി ചെയിൻ ലൂബ് ഉണ്ട്, ചെയിൻ സ്പ്രേ ഉണ്ട്. അത്തരത്തിൽ പ്രൊഫഷണൽ കാര്യങ്ങൾ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. സെക്കൻഡ്, ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇങ്ങനെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള പാർട്ട് പ്രോപ്പർലി പ്രിസർവ് ചെയ്ത് നിങ്ങൾ ഉടനെ നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജറി സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക് യു.